അവർ പരിപൂർണമായും മാംസാഹാരങ്ങൾ വർജിച്ചിട്ടുള്ളവരായിരിക്കും. ഉള്ളി, വെളുത്തുള്ളി, ചായ എന്നിവയെല്ലാം അവർ ഒഴിവാക്കിയിരിക്കും. ഇതിൽ ഭൂരിഭാഗം ഭക്തജനങ്ങളും കാമാസക്തിയിൽ നിന്ന് പോലും ലൈംഗികപരമായിട്ടുള്ള ചേഷ്ടകളിൽ നിന്ന് പോലും മുക്തി നേടിയിട്ടുള്ളവരായിരിക്കും. ശ്രേഷ്ഠ വചനങ്ങൾ ഭാഗം 94. നിന്റെ എത്ര വലിയ ദുഃഖവും ഭഗവാൻ എന്ന സച്ചിദാനന്ദനിൽ സമർപ്പിച്ചു കൊള്ളുക. സുധാമാവിനെ പോലെ ഉറപ്പായും ഉചിതമായ സമയത്ത് ഭഗവാന്റെ നിറഞ്ഞ കാരുണ്യം നമുക്കും തിരിച്ചറിയുവാനായി സാധിക്കുന്നതാണ്. ഹരേ കൃഷ്ണ. നമസ്കാരം. നിത്യേനയുള്ള പ്രാർത്ഥനകൾക്ക് ശേഷം ഉറങ്ങുന്ന വേളയിൽ ഭഗവാൻ നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ചെയ്യുകയുണ്ടായി. ഒട്ടേറെ ഭക്തജനങ്ങൾക്ക് ആ ഒരു വീഡിയോ വളരെയേറെ ഉപകാരപ്പെട്ടു എന്ന് താഴെ കമന്റിൽ നോക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായിട്ടോ. അതേപോലെ തന്നെ എല്ലാ ഭക്തജനങ്ങൾക്കും ഉപകാരപ്രദമാവുന്ന ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുള്ള മറ്റൊരു കാര്യം പറയുവാൻ വേണ്ടിയാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഉറങ്ങുന്ന വേളയിൽ നമ്മൾ ആരാധിക്കുന്ന മൂർത്തികളെ, അതിപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാനാകാം, മഹാദേവനാകാം, ഏത് മൂർത്തിയായാലും എന്തുകൊണ്ടാണ് അവരെ സ്വപ്നത്തിൽ നമ്മൾ കാണുന്നത്? ഭൂരിഭാഗം ഭക്തജനങ്ങൾക്കും തന്റെ പ്രാർത്ഥനാ വേളയിൽ ഭഗവാനോട് ചോദിച്ചിട്ടുള്ള ഓരോ ചോദ്യത്തിനും ഉത്തരങ്ങൾ സ്വപ്നത്തിൽ ദർശനമായി എന്തുകൊണ്ടാണ് ലഭിക്കുന്നത് എന്നിവയെല്ലാം നമുക്ക് വളരെ വ്യക്തമായി ഉദാഹരണ സഹിതം പറഞ്ഞു പോകാട്ടോ. ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുവാൻ പ്രചോദനമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ ടെലാസൈക്കിക്സ്, സംയുക്ത പ്രഭാവം, ദ 80-20 പ്രിൻസിപ്പിൾ. വീഡിയോ മുഴുവനായി തന്നെ കാണുക. പറയുന്ന ഓരോ കാര്യങ്ങളും ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങൾ ശ്രദ്ധാപൂർവം കേട്ടുകൊള്ളുക. പിന്നെ പ്രത്യേകാൽ പറയണ്ടല്ലോ, നമ്മളിടുന്ന ഓരോ അറിവുകളും മറ്റുള്ള ഭക്തജനങ്ങളിലേക്കും എത്തിച്ചേരുവാനായി ഇപ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് ലൈക്കും ചെയ്യാട്ടോ. ശരി, അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല, ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം. നിങ്ങൾക്കറിയോ, ലോകത്തിലെ എല്ലാ സ്ത്രീകളും പുരുഷന്മാരും എന്തിനേറെ മൃഗങ്ങളും സ്വപ്നം കാണുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങളുടെ ജീവിതത്തിന്റെ 1/3 ചിലവഴിക്കപ്പെടുന്നത് ഉറങ്ങുന്നതിന് വേണ്ടിയാണ്. ഉറങ്ങുമ്പോൾ നമ്മുടെ സ്വപ്ന ജീവിതം വലിയ ഒരു പരിധിവരെ സജീവമായി തീരുന്നു. ഇത് വെറുതെ പറയുന്നതല്ല. അനേകം ശാസ്ത്ര അക്കാദമിക ലബോറട്ടറികൾ ഉറക്കത്തെയും സ്വപ്നങ്ങളെയും കുറിച്ചുള്ള പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. ആ പഠനങ്ങൾ അത്ഭുതകരമായ വിവരങ്ങളാണ് നമുക്ക് നൽകുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുള്ളത് നമ്മുടെ സ്വപ്നങ്ങളിൽ പലതും പകൽ സമയത്തെ നമ്മുടെ ഓരോ പ്രവൃത്തികളുടെയും ചിന്താരീതിയും സ്വഭാവങ്ങളോടുള്ള നമ്മുടെ പ്രതികരണങ്ങളും കാരണമാണ് സംഭവിക്കുന്നത് എന്നാണ്. ഇപ്പോൾ നമ്മുടെ ഭക്തജനങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അതായത് ചില അകമഴിഞ്ഞ ഭക്തരെ കാണുമ്പോൾ, പ്രത്യേകാൽ കൃഷ്ണ ഭക്തരെ കാണുമ്പോൾ അവർ പറയുന്നത് കേൾക്കാറില്ലേ? എന്നും ഞാൻ കണ്ണനെ സ്വപ്നത്തിൽ കാണാറുണ്ട്. കണ്ണന് പാല് കൊടുക്കുന്നതായും കണ്ണന്റെ കൂടെ ലീലകളിൽ ഏർപ്പെടുന്നതായും ഒക്കെ ഞാൻ കാണാറുണ്ടെന്നൊക്കെ. ഇതെല്ലാം ഈ ഒരൊറ്റ കാരണത്താലാണ് സംഭവിക്കുന്നത് എന്ന് ആദ്യമേ ഓർത്തുകൊള്ളുക. ശാസ്ത്രീയമായി നമ്മൾ ഏതെല്ലാം പ്രവൃത്തികളിൽ, ചിന്തകളിലാണോ ഏർപ്പെടുന്നത്, അവ സ്വപ്ന ലോകത്തിൽ യാഥാർത്ഥ്യമാകുന്നു. നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ ലഭിക്കുന്നു. സനാതന ധർമ്മം മുൻനിർത്തി ഭഗവാനെ അത്രമേൽ ആരാധിക്കുന്ന ഭക്തജനങ്ങൾക്കാണ് കൂടുതലായും ഇത്തരത്തിലുള്ള ഉത്തരങ്ങൾ ലഭിക്കുന്നത്. അവർ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഭഗവാനുമായിട്ടുള്ള ചിന്തകളിൽ ഏർപ്പെട്ടിരിക്കുകയായിരിക്കും. കണ്ണന്റെ കഥകൾ വായിക്കുന്നു, എപ്പോഴും ധ്യാനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. തുളസി ജപമാല തന്റെ ശരീരത്തിന്റെ ഒരു ഭാഗമായി അവർ ഉപയോഗിക്കുന്നു. ഖണ്ഡിമാല ധരിക്കുന്നവരുടെ കാര്യമാണെങ്കിൽ പിന്നെ പറയേ വേണ്ട. അവർ പരിപൂർണമായും മാംസാഹാരങ്ങൾ വർജിച്ചിട്ടുള്ളവരായിരിക്കും. ഉള്ളി, വെളുത്തുള്ളി, ചായ എന്നിവയെല്ലാം അവർ ഒഴിവാക്കിയിരിക്കും. ഇതിൽ ഭൂരിഭാഗം ഭക്തജനങ്ങളും കാമാസക്തിയിൽ നിന്ന് പോലും, ലൈംഗികപരമായിട്ടുള്ള ചേഷ്ടകളിൽ നിന്ന് പോലും മുക്തി നേടിയിട്ടുള്ളവരായിരിക്കും. തുളസിമാലയുടെയും ഖണ്ഡിമാലകളുടെയും കാര്യം വെറുമൊരു ഉദാഹരണം എന്ന രീതിയിൽ മാത്രം പറഞ്ഞു പോയതാണ്.
ചുരുക്കത്തിൽ പറഞ്ഞാൽ കൂടുതലായും നമുക്ക് സ്വപ്ന ദർശനങ്ങൾ ലഭിക്കുന്നത് പ്രാർത്ഥനാ വേളയിലുള്ള നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള ഓരോ ഉത്തരവും ഭഗവാൻ നൽകുന്നത് കൂടുതലായും ഭഗവാന്റെ ചിന്തകൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് കൊണ്ടാണ്. ആദ്യം പറഞ്ഞുപോയ ആ വരികൾ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. നിങ്ങളുടെ സ്വപ്നങ്ങളിൽ പലതും പകൽ സമയത്തെ നമ്മുടെ ചിന്താരീതിയും സംഭവങ്ങളോടും പ്രവൃത്തികളോടുമുള്ള പ്രതികരണങ്ങൾ കാരണം നടക്കുന്നവയാണ്. അവയെല്ലാം നമ്മുടെ ഉപബോധ മനസ്സിൽ പതിയുന്നു. നിങ്ങൾ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് നിക്ഷേപിക്കുന്ന എന്തിനേയും അത് വിപുലമാക്കുകയും സജീവമാക്കുകയും പെരുപ്പിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് മിക്ക ദിവസങ്ങളിലും ശ്രീകൃഷ്ണ ഭഗവാനെ സ്വപ്നം കാണുകയും നമ്മൾ ഏറ്റവും കൂടുതൽ പോകുവാൻ ആഗ്രഹിക്കുന്ന ക്ഷേത്രവും വിഗ്രഹ രൂപവും എല്ലാം സ്വപ്നം കാണുന്നത് എന്ന്? നമ്മുടെ മനസ്സിലെല്ലാം നിത്യവും തങ്ങി നിൽക്കുന്ന ഓരോ കാര്യവും ഭഗവാന്റെ രൂപം പോലും അവ സ്വപ്ന ദർശനമായി നമ്മെ സ്വാധീനിക്കുന്നു. ഇനി നമ്മുടെ ചോദ്യങ്ങൾക്ക് സ്വപ്നത്തിൽ ഭഗവാൻ നൽകുന്ന ഉത്തരവുമായി ബന്ധപ്പെട്ട് ഒരു ഉദാഹരണം പറയാം. ഒരു സ്ത്രീ, അവർക്ക് അത്യാവശ്യം ശമ്പളമുള്ള ഒരു ജോലി ഉണ്ടായിരുന്നു. പക്ഷെ ആള് ആ ജോലിയിൽ ഒട്ടും തന്നെയും സംതൃപ്തയായിരുന്നില്ല. പക്ഷെ എങ്ങനെയാണ് ഈ ജോലി ഉപേക്ഷിച്ച് തനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു മേഖലയിലേക്ക് മാറുക? വളരെയേറെ ആശയക്കുഴപ്പത്തിലൂടെയാണ് അവർ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ അവസാനം താൻ നിത്യവും ആരാധിക്കുന്ന ആ മൂർത്തിയുമായി പ്രാർത്ഥനാ വേളയിൽ സംസാരിക്കുവാൻ ഈ സ്ത്രീ തുടങ്ങുന്നു. ഭഗവാനെ, നിലവിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ജോലിയിൽ നിന്നും നല്ല രീതിയിലുള്ള വരുമാനം എനിക്ക് ഉണ്ടാക്കിയെടുക്കുവാനായി സാധിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇതിൽ ഞാൻ ഒട്ടും സംതൃപ്തിയല്ല. ഓരോ ദിവസവും അത്രമാത്രം മടുപ്പോടുകൂടിയാണ് ഈ ജോലിയിൽ ഞാൻ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ കഴിവിനനുസരിച്ചുള്ള ഒരു ജോലി നീ നൽകിയാലും പ്രഭു എന്ന് നിത്യേന അവർ പ്രാർത്ഥനാ വേളയിൽ പറയുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ആ സ്ത്രീക്ക് സ്വപ്ന ദർശനം ലഭിക്കുന്നു. ആ സ്വപ്ന ദർശനം ഇങ്ങനെയായിരുന്നു. അതീവ വൃദ്ധയായ ഒരു സ്ത്രീ ഉറങ്ങുന്ന വേളയിൽ അവരെ വിളിക്കുകയാണ്. എന്റെ കൂടെ വരുവാൻ ആ വൃദ്ധ നിർദ്ദേശിക്കുന്നു. ആ സ്ത്രീ എഴുന്നേറ്റ് ഈ വൃദ്ധയുടെ കൂടെ പോവുകയാണ്. ഒരു മുറിയിലേക്കാണ് അവസാനം ചെന്നെത്തുന്നത്. അവിടെ നിറയെ വർണ്ണഭമായിട്ടുള്ള ചിത്രങ്ങൾ ഈ സ്ത്രീക്ക് ആ വൃദ്ധ കാണിച്ചു കൊടുക്കുകയാണ്. അനേകം മനോഹരമായ ഛായാചിത്രങ്ങൾ, മുഖചിത്രങ്ങൾ. പെട്ടെന്നവർ സ്വപ്നത്തിൽ നിന്നും ഞെട്ടി എഴുന്നേൽക്കുന്നു. പിറ്റേ ദിവസം താൻ കണ്ട ആ സ്വപ്നത്തെക്കുറിച്ച് സ്ത്രീ ഒരുപാട് ചിന്തിക്കുകയാണ്. അവസാനം ഈ ജോലി ഉപേക്ഷിച്ചതിന് ശേഷം താൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള വ്യക്തമായ ധാരണ ഈ പെൺകുട്ടിക്ക് ലഭിക്കുകയാണ്. താൻ ചിത്രരചന ഏറ്റെടുക്കുകയാണ് എന്നും നിലവിലുള്ള ജോലി ഉപേക്ഷിക്കുകയാണ് എന്നും അവൾ തീരുമാനമെടുത്തു. കാലക്രമേണ അവൾക്ക് ചിത്രരചന ഇഷ്ടമായി. അവളുടെ മറഞ്ഞിരുന്ന കഴിവ് അവൾക്ക് വെളിവാക്കപ്പെട്ടു. അവൾ ഇപ്പോൾ വളരെ വിജയകരമായി ജീവിക്കുന്നു. ഇതേപോലെ നിങ്ങൾക്കും താൻ ആരാധിക്കുന്ന ആ മൂർത്തിയോട് ഓരോ ചോദ്യങ്ങളും ചോദിക്കാം. സന്തോഷപൂർവ്വം നിത്യേനയുള്ള പ്രാർത്ഥനാ വേളയിൽ ഭഗവാനുമായി സംഭാഷണത്തിൽ ഏർപ്പെടുക. ഓരോ ദിവസവും തന്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകളെ നിരീക്ഷിക്കുക. കൂടുതലായും ഇത്തരത്തിലുള്ള താൻ ആഗ്രഹിക്കുന്ന തന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട ചിന്തകളിൽ മുഴുകുക. തീർച്ചയായും ഏതെങ്കിലും ഒരു രാത്രിയിലെ ഉറക്കത്തിൽ സ്വപ്നദർശനമായി ഇതിനുള്ള ഉത്തരങ്ങൾ ഓരോ ഭക്തജനങ്ങൾക്കും ഭഗവാൻ നൽകുന്നതാണ്. തീർത്തും പരീക്ഷിച്ചു നോക്കുക. സ്വപ്ന ദർശനങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ ആഴമുള്ള മനസ്സിന്റെ സർവശക്തമായ കഴിവുമായി ബന്ധപ്പെട്ട ഒരുപാട് ഗ്രന്ഥങ്ങൾ വായിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു, തീർച്ചയായും അവ യാഥാർത്ഥ്യമാവുക തന്നെ ചെയ്യും. ശരി, അപ്പോൾ വേറെയൊന്നുമില്ല. എന്തുകൊണ്ടാണ് നമ്മൾ നിത്യേന ഭഗവാനെ സ്വപ്നം കാണുന്നത് എന്നും നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള ഓരോ ഉത്തരവും ഭഗവാൻ സ്വപ്നത്തിലൂടെ ഉറക്കത്തിലൂടെ നൽകുന്നതിന്റെ കാരണം എന്താണെന്നും എല്ലാം ഭക്തജനങ്ങൾക്ക് വളരെ വ്യക്തമായി ലളിതമായി മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും തീർച്ചയായും താഴെ കമന്റിൽ എഴുതുവാൻ മടിക്കരുത്. ഇനിയിപ്പോൾ എഴുതുവാനായിട്ട് സാധിച്ചില്ല എങ്കിൽ പോലും ഭഗവാന്റെ നാമങ്ങൾ കമന്റിൽ എഴുതിക്കൊള്ളുക. നിങ്ങൾ താഴെ എഴുതുന്ന ഭഗവാന്റെ ഓരോ നാമങ്ങളും സംശയങ്ങളും നാളെയും വീഡിയോകൾ ചെയ്യുവാനുള്ള പ്രചോദനമാണ്. പിന്നെ അവസാനമായി ഇന്നത്തെ ഈ വീഡിയോ സ്പോൺസർ ചെയ്തിട്ടുള്ളത്
പ്രജിത എന്ന നാമധേയത്തിലുള്ള ഒരു ആന്റിയാണ്. എന്താഗ്രഹവും പ്രതിയാണോ ഇന്നത്തെ ഈ വീഡിയോ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട സ്വപ്ന ദർശനവുമായി ബന്ധപ്പെട്ട വീഡിയോ സ്പോൺസർ ചെയ്യാമെന്ന് ഏറ്റിട്ടുള്ളത്. അത് എത്രയും പെട്ടെന്ന് തന്നെ ആന്റിക്കും കുടുംബത്തിനും നടക്കട്ടെ എന്നും എല്ലാവർക്കും ഭഗവാൻ നല്ലത് മാത്രം വരുത്തട്ടെ എന്നും ഈ വേളയിൽ പ്രാർത്ഥിക്കുന്നു. ശരി, അപ്പോൾ വേറെയൊന്നുമില്ല. എത്രയും പെട്ടെന്ന് തന്നെ മറ്റൊരു ആശയവുമായി പുതിയ പുതിയ അറിവുകളുമായി നമുക്ക് കാണാം. ഭഗവാൻ ആ കള്ളക്കണ്ണൻ എല്ലാ ഭക്തജനങ്ങളെയും 2 കൈയും നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. കാണാം, പാകലാം. നന്ദി, നമസ്കാരം.